രാജൻ ഭായി, പേരുകളിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. സോണിയ, സോഫിയ എന്നൊക്കെ പറയുന്നത് ഇത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുണ്ട്, മുസ്ലിംസിൻ്റെ ഇടയിലുണ്ട്, ഹിന്ദുസിൻ്റെ ഇടയിലുണ്ട്. ഈ പേര് കോമൺ നെയിമാണ് ആയിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു. അടിസ്ഥാന വർഗ്ഗത്തിൽപ്പെട്ടവർക്ക് ഇത്തരം പേരുകൾ ഇടാനുള്ള അർഹത പോലും ഇല്ലായിരുന്നു. രാജകുടുംബത്തിൽപ്പെട്ട ക്ഷത്രിയന്മാർക്കോ ഇവിടുത്തെ അല്ലാത്ത ബ്രാഹ്മണർക്കോ ഈവൻ നായന്മാർക്ക് പോലും മതം മാറേണ്ട ആവശ്യമില്ല. അവർ പ്രിവിലേജരാ. ചിലർ മതം മാറ്റി പേര് മാറ്റും. മതം മാറുമ്പോൾ തന്നെ പേര് മാറ്റുന്നത് ഇതൊന്നും കോപ്പിലെ പരിപാടിയാണ്. മതം മാറി നവോത്ഥാന വിപ്ലവം, ജാതീയതയ്ക്കെതിരായിട്ടുള്ള വിപ്ലവം തുടങ്ങി വെച്ചത് അവർണനല്ല, സവർണനാണ് തുടങ്ങി വെച്ചത്. രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, പേരുകളിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു നസ്രാണി വീട്ടിലേക്ക് ഒരു കല്യാണാലോചനയായിട്ട് ഒരാൾ ചെല്ലാതിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഇതാ വരൻ വരികയാണ്, വരൻ്റെ പേര് രാജൻ എന്നാണ്. അപ്പോൾ അവരുടെ ഒരു അതിശയം ഉണ്ടാവും, രാജനോ? രാജൻ എന്ന് ക്രിസ്ത്യാനികളുടെ പേരുണ്ടോ, അല്ലെങ്കിൽ നസ്രാണികൾക്ക് പേരുണ്ടോ തോന്നുന്നു. ഈ രാജൻ ജോസഫിന് എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, രാജൻ ജോസഫ് എന്ന് പറയുമ്പം ഞാനൊക്കെ രാജൻ എന്നുള്ള പേര് വരാൻ കാരണം എൻ്റെ പപ്പായുടെ മൂത്ത ജ്യേഷ്ഠൻ, പുള്ളി ആർമിയിലായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് രാജൻ എന്നായിരുന്നു അന്നത്തെ കാലത്ത്. പപ്പ 6ാമത്തെ ആളാണ്. അതിനിപ്പം ആദ്യം പപ്പയുടെ മൂത്ത ജ്യേഷ്ഠൻ പിന്നെ ചൈന യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിന് ശേഷം പപ്പ പോയി. പിന്നെ അതിന് ശേഷം പപ്പയുടെ മൂത്ത ചേച്ചി പോയി. ഇനിയിപ്പോൾ ഇതിൽ പിന്നെ 3 സഹോദരങ്ങളുള്ളൂ. പപ്പയുടെ ചേട്ടനും പപ്പയുടെ അനിയനും അനിയത്തിയേ ഉള്ളൂ. അപ്പം എനിക്ക് പേരിടാൻ കാരണം പപ്പയുടെ മൂത്ത ജ്യേഷ്ഠനോടുണ്ടായിരുന്നൊരു വൈകാരിക ബന്ധത്തിൻ്റെ പുറത്താണ് എനിക്ക് ആ പേരിട്ടത്. ആ പേരിട്ടുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. മലപ്പുറം ജില്ലയ്ക്കകത്ത് ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ 1 or 2 ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ. ഞാൻ പഠിച്ചതൊരു മഞ്ചേരി എത്തിങ്ങാന സ്കൂളിൽ, മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ. അപ്പോൾ ഏതെങ്കിലും അവിടെ ഉള്ള ജോസഫും ബെന്നിയോ പിന്നെ വല്ല വിൽസണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരെ എല്ലാ ആൾക്കാരും വിളിക്കുന്ന അച്ചായൻ എന്നാണ് വിളിക്കുക. എന്നെ ഇന്ന് വരെ പഠിച്ച കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും അച്ചായൻ എന്ന് വിളിക്കും. ഇങ്ങനെയുള്ളവരെ സ്നേഹത്തോട് കളിയാക്കി വിളിക്കുന്നൊന്നുമല്ല, അച്ചായ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വിളിക്കുക. അങ്ങനെ ഒരു ഓമനപ്പേര് വിടും. എനിക്ക് ആ ഓമനപ്പേര് അച്ചായം വിളി പൊതുവെ ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതേപോലെ തന്നെ ഈ സ്ഥലപ്പേരിനുകൊണ്ട് പ്രത്യേകത. ഞാൻ അന്ന് താമസിച്ചിരുന്ന ഒരു കോഴിത്തല എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ ആര് ചോദിച്ചാലും അടുത്തറിയുന്ന ചില ആൾക്കാരുടെ പിന്നെ അവസാനം അറിഞ്ഞു. അപ്പം അന്ന് ഈ കോഴി എന്ന് പറഞ്ഞാൽ മറ്റേ കോഴിയല്ല കേട്ടോ. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയത്തിലെ കോഴികളെ കുറിച്ച് പറയുന്ന പോലെ അല്ല കോഴി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്നോട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇളങ്കൂർ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം കോഴിത്തല എന്ന് പറയത്തില്ല. കാരണം ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അത് കോഴിത്തല എന്ന് പറയുമ്പോൾ അത് പിന്നീട് എങ്ങനെയോ ഇത് പുറത്തറിഞ്ഞിട്ട് കോഴിരാജൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് ഈ കോഴിയല്ല കേട്ടോ, അങ്ങനെയുള്ള. അപ്പം ഈ പിന്നെ വളർന്ന സ്ഥലത്തിനും അങ്ങനെ പ്രത്യേകതയുണ്ട്. പിന്നെ ഈ പേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയിട്ട് എൻ്റെ അനിയത്തിമാർക്ക് പേരിട്ടപ്പം എൻ്റേത് RAJ തുടങ്ങുന്നതുകൊണ്ട് രാജൻ, രാജി, രജനി. രാജൻ ജോസഫ്, രാജി ജോസഫ്, രജനി ജോസഫ് എന്നുള്ളത് തന്നെയാണ്. ഈ പേരുകൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളുകൾ പലതരത്തിലുള്ള പേരിടും. ഇപ്പം സ്റ്റാലിൻ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ പേരെന്ന് പറയുമ്പോൾ സ്റ്റാലിൻ നമുക്കറിയാം, റഷ്യൻ പിന്നെ അടക്കി ഭരിച്ച ശരിക്കും പറഞ്ഞാൽ ഏകാധിപതി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റേറ്ററായിരുന്നു. അപ്പം ഇവർ കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നൊക്കെ പറയുമ്പോഴും സ്വന്തം കൂടെ നിന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലും ശരിയാക്കി വിട്ടിട്ടുള്ള ആളാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ എന്നുള്ള പേര് കരുണാനിധി അന്നത്തെ കാലത്തിട്ടതോ ഒരു വിപ്ലവകരമായിട്ടുള്ള പേരാണ്. പക്ഷെ അതേ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഇപ്പം അടുത്ത കാലത്ത് പറഞ്ഞാൽ എല്ലാവരും തമിഴ് പേരിടണമെന്ന്. അവൻ്റെ അപ്പൻ്റെ പേരും അവൻ്റെ പേരിൻ്റെ വാലും സ്റ്റാലിൻ എന്നാണ്. എന്നിട്ടാണ് പറയുന്നത് എല്ലാവരും തമിഴ് പേരിടണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെയുള്ള അനുചിത്യങ്ങളും ഇന്നത്തെ കാലത്തുണ്ട്. പേര് പോലും വെച്ചിട്ട് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ലെനിൻ എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പാണ്. അപ്പോൾ ഞാനന്ന് മവേലിപുരത്ത് താമസിക്കുമ്പം അന്ന് അത്യാവശ്യം സിബിക്കറിയാലോ, പിന്നെ ആ സമയത്തൊരു കഥ ഞാൻ സിബിയോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ ബീവറേജിൻ്റെ അവിടെ നിന്ന് മേടിക്കുക, അവിടെ തന്നെ നിന്ന് ഒഴിക്കുക. അവിടെ തന്നെ രാവിലെ തന്നെ പോവുക, അവിടെ തന്നെ നിന്ന് ഒഴിക്കുന്ന സമയമാണ്. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ തന്നെ നിന്നിട്ട് അതായത് ഒരു ലോക്കൽ കുടിയൻ്റെ അവസ്ഥയിലേക്ക് പോയിരുന്നു. എനിക്കിപ്പം തിരിഞ്ഞു നിന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോകുന്നു ഞാൻ എങ്ങനെയാണ് റിക്കവർ ചെയ്തതെന്നുള്ളത്. ഇപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് രാത്രി പറക്കുന്ന ഒരു ചേട്ടൻ, ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ഇട്ടായിട്ട് ഈ രാത്രി പറക്കി വിറ്റേൻ്റെ ഇച്ചിരി പൈസയുണ്ട്. പുള്ളി അവിടെ അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു മരത്തിൻ്റെ തണലിലിരിക്കുക. ഈ മനുഷ്യൻ്റെ അടുത്ത് അവിടുത്തെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെയുണ്ട്. ഈ പിടിച്ചുപറിയും തട്ടിപ്പോ കടത്തുന്നവരുണ്ട്. ഈ അടിച്ച് ബോധം കെട്ട് കടന്നു കഴിഞ്ഞാൽ അവൻ്റെ പോക്കറ്റിലെ പൈസയും എടുത്തുകൊണ്ട് പോകുന്നവർ, അങ്ങനെയുള്ള ഞെട്ടിക്കുന്നവർ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ആൾക്കാരെടുത്ത് ഞെട്ടിക്കുന്ന തിണ്ണമെടുക്ക് കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ 2-3 പേര് വന്നിട്ട് ഇയാളെടുത്ത് വെറുതെ ഔട്ട് ചെയ്യുക, ഇയാളെ കുടറിനെ പിടിക്കുക. അവർ 2 പെഗ ചോദിക്കുന്നത്. അപ്പോൾ ഇയാളടുത്ത് എനിക്ക് കൊടുക്കാനുള്ളതുമില്ല. ഇയാളെ മേത്ത് കോളറിൽ കയറി പിടിച്ചു നടപ്പോൾ ഞാൻ കയറി ഇടപെടുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു ഫുൾ ബോട്ടിൽ, കുപ്പി ബോട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അതാദ്യം ഞാൻ ഇവന്മാരായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അവന്മാർ 2-3 പേരുള്ളതുകൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞാടൊന്നും കണ്ട് അത് അടിച്ച് പൊട്ടിച്ചിട്ട്
അതിൻ്റെ ആ കഴുത്ത് കയ്യിലും പിടിച്ചു. കാരണം ഇവന്മാർ ഇനി അയാളെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേത്ത് തൊട്ടാലേ ഞാൻ അപ്പം കയറ്റും. അന്നത്തെ മൂഡ് അങ്ങനെ തന്നെ. നമ്മൾ പേരിൽ നിന്ന് മാറിപ്പോന്നു. പേരിൽ നിന്ന് മാറിപ്പോന്നു. അപ്പം ഞാൻ പറഞ്ഞ എന്നിട്ട് ഞാൻ ഈ മനുഷ്യനായിട്ട് മറ്റവന്മാരങ്ങ് പേടിച്ചു പോയി. പിന്നെ അവരുടെ മുണ്ടായിസൊക്കെ അങ്ങ് നിർത്തിയാണ്. നമ്മൾ മോശമില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ പേര് ലെനിൻ എന്നാണ്. ഇയാളുടെ സഹോദരങ്ങളുടെ പേരുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പേരാണ്. അപ്പോൾ ഇയാളെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ടില്ല, അയാളുടെ ചേച്ചി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അയാളിങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ആലോചിച്ച് നിൽക്കുകയാണ്. ആക്രി വർക്കുന്ന പരിപാടിയാണ്. അത് വിറ്റ് അപ്പോൾ അന്നൊന്ന് പിന്നെ ഫ്രീ ആയി. അന്നിനിപ്പോൾ ആക്രി വർക്ക് നിലനിന്നുകൊണ്ട് വന്ന. അപ്പോൾ ലെനിൻ എന്നുള്ള പേരിൻ്റെ ഐതിഹ്യം ചോദിച്ചപ്പോൾ അയാൾ തമിഴ്നാട്ടുകാരനാണെങ്കിലും അയാൾ അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അങ്ങനെയാണ് ഈ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഫിദൽ എന്ന് പേരുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. അത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി വർക്കലയുടെ MLA ആണെന്ന് തോന്നുന്നില്ലേ, വി ജോയി, വർക്കലയുടെ MLA. ഞാൻ ഏതോ ഒരു സാധനം ചെയ്തപ്പോൾ വി ജോയി ക്രിസ്ത്യനാണെന്നുള്ള ധാരണയിൽ അബദ്ധത്തിൽ പേര് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഈ സ്ഥാനത്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. ഞാൻ കയറി അങ്ങ് പറയുക, കാരണം ക്രോസ് ചെക്കിങ് നടത്തിയില്ല. ഞാൻ കരുതി ജോയി ജോയി എന്ന് പറഞ്ഞ അച്ചായനാ. അതേപോലെ തന്നെ പാറശാല മണ്ഡലത്തെക്കുറിച്ചൊരു സാധനം ചെയ്തപ്പം CK ഹരീന്ദ്രനോട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് അൻസജിത റസൽ എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മുസ്ലിമാണെന്ന് കരുതി. ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സോഫിയ എന്നൊക്കെ പറയുന്നത് ഇത് ക്രിസ്ത്യൻസിനിടയിലുണ്ട്, മുസ്ലിംസിനിടയിലുണ്ട്, ഹിന്ദുസിനിടയിലുണ്ട്. ഈ പേര് കോമൺ നെയിമാണ് ആയിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു പേരിടുക? ആയിഷ, പാത്തുമ്മ, മൈമിന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുസ്ലിം പേരുകളിടും. അതേപോലെ തന്നെ സാറ അമ്മ, ത്രേസ്യ അമ്മ, ഏലിയ അമ്മ, തങ്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അമ്മമാരുടെ പേര് പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഇടും. അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർക്ക് ഇത്തരം പേരുകൾ ഇടാനുള്ള അർഹത പോലും ഇല്ലായിരുന്നു. ഇപ്പം ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ പിന്നെ കീഴ്ജാതിയിൽ എന്ന്, നമുക്ക് ആ കീഴ്ജാതിയല്ല, നമുക്ക് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല ജാതി അവരെ, ഏറ്റവും സിൻസിയറായിട്ടുള്ള മനുഷ്യർ അവരാ. ഞാൻ ഈ ഉദ്ദേശിച്ച ശ്രീനിജനെ പോലെയുള്ള അല്ലെങ്കിൽ ബാക്കി വിനായകനെ പോലെയുള്ള ഇതിനെ വിറ്റിട്ട് ഫ്രോഡ് പരിപാടി കാണിക്കുന്ന ആൾക്കാരെയല്ല, ജാതിക്കാട്ടിറക്കുന്നവരെയല്ല. അല്ലാതെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിൻസിയറായ, ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും ആദരിക്കപ്പെടേണ്ടവർ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അവർക്ക് അന്ന് പേരിടാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാറക്കുട്ടി, ചക്കിക്കുട്ടി, പിന്നെ ചക്കി, അതേപോലെ തന്നെ കാളി, ഇങ്ങനത്തെ പേരുകളുണ്ട്. കാളി എന്നൊക്കെ ആയിരുന്നു അവർക്ക് പേരിട്ടുകൊണ്ടിരുന്നത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അതേപോലെ തന്നെ ഞാൻ ഈ LKG LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം LP സ്കൂൾ വരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. എനിക്കും അങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അതിനുശേഷം പിന്നീട് ആ ഒരു പ്രദേശത്ത് നിന്ന് എനിക്ക് വേറൊരു പ്രദേശത്തേക്ക് മാറേണ്ടി വന്നു. ഞാൻ പഠിച്ച LP സ്കൂളിൽ 5ാം ക്ലാസ് വരെ പഠിച്ചെടുത്ത് മുഴുവൻ എനിക്കും എൻ്റെ സഹോദരിമാർക്കുണ്ടായിരുന്നു. കൂട്ടുകാരിൽ കൂടുതലും അവരെ, കാരണം അവിടെ 2 കോളനി ഉണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ചും സുറിയാനി ക്രിസ്ത്യാനികൾക്ക്, RCക്ക് അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ മർത്തോമക്കാരൻ. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അവർ ഭയങ്കര ആഠ്യത്വമുള്ളവരാന്നുള്ള ധാരണയാണ് മർത്തോമ. ഞങ്ങൾ എല്ലാം തോമാസ് ലീഗ വന്നിട്ടും അന്നത്തെ കാലത്ത് രാജകുടുംബത്തിൽ നിന്ന് മതം മാറ്റി, നമ്പൂരിമാരെ മതം മാറ്റിയതാണെന്നുള്ള. ഇത് രാജകുടുംബമാണെന്ന് പറയുന്നത് ഞങ്ങളുടേത്. ഇപ്പോൾ ചെമ്പകശ്ശേരിയിൽ കുടുംബം എന്നാണ്. കുടുംബയോഗത്തിന്റെ വലിയ ഇത്രയും 1.5 കിതാബും ഉണ്ട്. അതിനകത്ത് നമ്മുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിട്ട് രാജകുടുംബത്തിൽ ഉള്ളവരായിരുന്നു അന്നത്തെ. എന്നിട്ട് തോമാശ്രീയെ വന്ന് മതം മാറ്റിയാണ്. അന്നത്തെ കാലത്ത് ക്ഷത്രിയന്മാർ, രാജകുടുംബത്തിൽപ്പെട്ട ക്ഷത്രിയന്മാർക്കോ ഇവിടുത്തെ അല്ലാത്ത ബ്രാഹ്മണർക്കോ ഈവൻ നായന്മാർക്ക് പോലും മതം മാറേണ്ട ആവശ്യമില്ല. അവർ പ്രിവിലേജറാണ്. അന്ന് ഇവിടെ മതം മാറിയിട്ടുള്ളത്, അതായത് എൻ്റെ വല്യപ്പൻ്റെ അപ്പനും ബാക്കിയുള്ളവരും ഒക്കെ ഇവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. സിവിലെന്നാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രമാണിമാരായിട്ടുള്ള മുസ്ലിങ്ങളും പറയേണ്ട രാജകുടുംബത്തിൽ നിന്ന് മാറിയാന്ന് പറയും. അവരും ശരിക്കും ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ ജാതിപരമായി, ജാതീയമായി ഡിസ്ക്രിമിനേഷന് പിന്നെ അനുഭവിക്കുകയും സമത്വം ഇല്ലാതിരിക്കുകയും അവരെ അടിമകളെപ്പോലെ കാണുകയും ചെയ്യുന്ന ഒരു മതത്തിൽ നിന്ന് സമഭാവനയോടെ കാണുന്ന മതങ്ങളിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്കും മുസ്ലിം സമുദായത്തിലേക്കും ഒക്കെ കൺവേർഷൻ ഉണ്ടായിട്ടുള്ളത്. വിശ്വാസമാറ്റത്തിൻ്റെ പുറത്ത് പോയതോ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് മതം മാറിയതൊക്കെ വളരെ കുറച്ച്. അന്നത്തെ കാലത്ത് മതം മാറിയതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം ഇത് തന്നെ. പോയതെല്ലാം അടിസ്ഥാന വർഗത്തിലാണ്. പക്ഷേ പറയുന്ന കേട്ടാത്തൊന്നും അപ്പം അന്ന് ഇവിടെ പ്രജകളില്ല, എല്ലാവരും രാജാക്കന്മാരാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ പിന്നോക്കക്കാർ എന്നൊക്കെ പറയുമ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മളോട് സ്നേഹം കാണിക്കുന്നതും ആത്മാർത്ഥത കാണിക്കുന്നതും അങ്ങനെയുള്ള ആളുകളാണെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ആളുകളിൽ എന്താ സംശയം? ഞാൻ പറഞ്ഞല്ലേ, ഇവന്മാരെ ഈ പറഞ്ഞ നാടുകളെ പോലുള്ള വൃത്തികൾ പറയുന്നതിന്റെ ജാതി കടക്കുന്ന ആൾക്കാരെ എല്ലാം ഞാൻ വിട്ട് കളഞ്ഞു. ഇത് നമുക്ക് വീണ്ടും തിരിച്ചു പേരിലേക്ക് ഇപ്പം ചാത്തൻ എന്ന് ഞാൻ പറഞ്ഞു. ചാത്തൻ എന്നുള്ള പേര്, വേലുക്കുട്ടി, കോരൻ, കുഞ്ഞൻ തുടങ്ങിയിട്ടൊക്കെ ആ പേരെ അവർക്ക് എടുത്തുള്ളൂ. അവർ പാരമ്പര്യമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി. ഇപ്പം അവർക്ക് രാജനെന്നും അവർക്ക് പിന്നെ മോഹൻലാലെന്നും അവർക്ക് അമിതാഭ് ബച്ചനെന്നും കൃഷ്ണൻ, വിഷ്ണു, ഇപ്പം ദൈവങ്ങളുടെ പേരാ. വിഷ്ണു ഇപ്പോഴും ഉണ്ട്. പക്ഷെ കൃഷ്ണൻ എന്ന പേരിപ്പം നിന്ന് കഴിഞ്ഞിരിക്കുന്നു ഏറെക്കുറെ. ദൈവത്തിൻ്റെ പേരാണെങ്കിൽ പോലും കൃഷ്ണൻ എന്നൊന്നും പേരിടുന്നില്ല പുതിയ തലമുറയ്ക്കകത്ത്. അതേപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ മറിയക്കുട്ടി, അച്ചാമ്മ എന്നൊക്കെയുള്ള പേരുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. അതേപോലെ തന്നെ കുര്യച്ചൻ, പാപ്പച്ചൻ, ഔസേപ്പച്ചൻ
തുടങ്ങിയിട്ടുള്ള അല്ല പേര് ഈ കോട്ടയം ജില്ലയിലൊക്കെ ഇപ്പോഴും പിള്ളേർക്ക് കുര്യച്ചെന്നും ഔസേപ്പച്ചെന്നും പേരിടുന്നുണ്ട്. ഇരുന്നുണ്ടോ? ഞാൻ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ പൊതുവിൽ. ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ കുര്യച്ചെന്നും ഔസേപ്പച്ചെന്നും ഒക്കെ ഇടും. അതേപോലെ കുഞ്ഞയമ്മദ്, ചെറിയാപ്പു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്നു. ഇപ്പം അത്തരം പേരുകളില്ല. അബി, മൻസൂർ അങ്ങനെയൊക്കെയുള്ള പേരുകളല്ലേ? അതൊക്കെയുണ്ട്. മൻസൂറും പിന്നെ ഫിറോസും ഫൈസലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞ കുഞ്ഞയമ്മദ്, പിന്നെ മമ്മൂട്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ ഷാജി എന്നുള്ള പേരൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അത് മൂന്നിനകത്തും ഉണ്ട് ആ പേരുകൾ. അപ്പോൾ അതേപോലെ എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുൻ മന്ത്രി കെ ഇസ്മായിലിൻ്റെ മകൻ ബൈജു ഇസ്മായിൽ, അദ്ദേഹത്തിൻ്റെ ചെറിയ മകൻ ബൈജു ഇസ്മായിൽ, അവൻ്റെ പിന്നെ മോനിട്ടേക്കുന്ന പേര് റെനിൽ. ഞാനിപ്പോൾ അടുത്തോടെ വീട്ടിലെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ റെനിൽ എന്ന് പേരിട്ട. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല ബൈജു, റെനിൽ എന്നുള്ള പേരിടാൻ കാരണം എന്താ? റെനിൽ വിക്രമസിംഗയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാൾ ഒബ്സർവ് ചെയ്ത് അയാൾ സോഷ്യലിസ്റ്റ് ആണെന്ന് എന്നോട് പറയുന്നത്. എന്നോട് പറഞ്ഞാൽ അയാൾ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് റെനിൽ വിക്രമസിംഗെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനാണ് റെനിൽ എന്ന് പേരിട്ടത്, ശ്രീലങ്കയിലെ പഴയ പ്രസിഡന്റ്. അതേപോലെ തന്നെ ഈ ജോസ് കുട്ടി എന്ന് പേരിടുമായിരുന്നു. അങ്ങനെ കുട്ടിമാർ ഒത്തിരി പേരുണ്ട് നമുക്ക്. പാലോളി മുഹമ്മദ് കുട്ടിയുണ്ട്, ജോസ് കുട്ടിയുണ്ട്, കുട്ടി അഹമ്മദ് കുട്ടിയുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി കുട്ടികൾ നമുക്കുണ്ടായിരുന്നു. എത്ര വലുതായാലും ഒരു കുട്ടിയാണ്. മെയ്ദീൻ എന്നുള്ള പേര് ഇപ്പോൾ വളരെ കുറവാണ്. മെയ്ദീൻ എന്നുള്ള പേര് സമീപകാലത്ത് ഉപയോഗിക്കപ്പെട്ടത് കാഞ്ചനമാലയുടെയും പിന്നെ ഇയാളുടെയും പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്കകത്ത് മാത്രം പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനാണ് വന്നത്. അതേപോലെ തന്നെ ഈ കോഴിത്തല എന്ന എൻ്റെ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ സംവിധായകൻ പ്രിയനന്ദനൻ, നമ്മുടെ പുലിജന്മമൊക്കെ സംവിധാനം ചെയ്ത പ്രിയനന്ദനൻ ഒരിക്കൽ ഒരു രസകരമായിട്ടുള്ള ഒരു മദ്യപാന സദസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയനന്ദനൻ പറഞ്ഞ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പഞ്ചായത്തിൻ്റെ പേര് പറയാൻ മടിയാണ്. കാരണം എന്നെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ആരെയും ചോദിച്ചാൽ ഏത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാന്ന് വെച്ചാൽ പട്ടിമറ്റം പഞ്ചായത്ത് എന്ന് പറയുന്നത്. പട്ടിമറ്റമാണ് പുള്ളിയുടെ സ്ഥലം. അതേപോലെ തന്നെ ആമ, അതേപോലെ ഈ പിന്നെ കോഴിക്കോടിനകത്തൊരു കോഴിയുണ്ട്. അതേപോലെ ഒരു കാലഘട്ടത്തിൽ ഷക്കീല എന്നുള്ള പേര് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. കിന്നാരത്തുമ്പിയൊക്കെ ഇറങ്ങിയിട്ട് ഷക്കീല തരംഗം ഉണ്ടായ സമയത്ത് പിള്ളേർക്കാരും ഷക്കീല എന്ന് പേരിടാതായി. അന്ന് കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്, അവൾ എൻ്റെ ജൂനിയറാണ്, അവളുടെ പേര് അവൾ പേരൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ പേര് ഷക്കീല എന്നായിരുന്നു. അപ്പോൾ ഇവളെ കാണുമ്പോൾ ആൾക്കാരല്ല ഷക്കീല എന്ന് പറഞ്ഞിട്ട്, കാരണം അതുവരെ വിളിക്കാത്ത പോലെ ഷക്കീല വിളിക്കാൻ തുടങ്ങി. പിന്നെ പേരിനകത്ത് മാറ്റം വരുന്നത് ജാതിവാല് കളയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സ്വരാജ് എം നായർ എന്നായിരുന്നു, സ്വരാജ് അദ്ദേഹം സ്വരാജ് എന്നാക്കി. മാതൃകാപരമായിട്ടുള്ള കാര്യം തന്നെ. ഞാനതിനകത്ത് ജാതി പേരുണ്ടെന്നും കണ്ടും മോശമൊന്നുമില്ല. ശിവദാസ മേനോൻ എന്നുള്ള പേര് കളഞ്ഞില്ലെങ്കിലും അദ്ദേഹം പിന്നെ അല്ലെങ്കിൽ ബി വിശ്വനാഥ മേനോൻ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. കാരണം അങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള മേനോന്മാരും കുറുപ്പുമാരും പണിക്കന്മാരും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടൊന്നും തെറ്റായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല അതിനകത്ത്. പക്ഷേ എന്നാൽ തന്നെയും അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള അറ്റംപ്റ്റാണ് സ്വരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പാർവതി മേനോൻ എന്നായിരുന്നു പാർവതി തിരുവോത്തിൻ്റെ ആദ്യത്തെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അത് മാറ്റിയതാണെന്ന് തോന്നുന്നു. പിന്നെ ചില ആളുകൾ നമ്പ്യാർ ആയിട്ടുണ്ട്. ഉണ്ട്. അപ്പം നമ്പ്യാരായത് ഇപ്പോൾ ആരായിരുന്നു? മഹിമ നമ്പ്യാർ. അതേപോലെ അഖിൽ മാരാരെന്നൊന്നുമില്ലായിരുന്നു അവൻ്റെ പേര്. മാരാർമാർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചെണ്ട കൊട്ടാൻ പോകുന്ന ഒരു ഇതാണ്. എനിക്കെതിരെ ചെയർമാൻ സ്ഥാനത്ത് മത്സരിച്ചിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ സർവീസിലാണ്, ഉണ്ണികൃഷ്ണൻ പോരൂർ മാരാരായിരുന്നു. അത് ചിലർ മതം മാറ്റി പേര് മാറ്റും. മതം മാറുമ്പോൾ തന്നെ പേര് മാറ്റുന്നത് ഇതൊന്നും കോപ്പിലെ പരിപാടിയാണ്. മതം മാറിയിട്ട് മറ്റേ സ്വരാജ് നായർ വാലും മറ്റൊരു മേനോൻ വാലും ഒക്കെ വെട്ടിയതിനകത്ത് ഒരു പുരോഗമനപരമുണ്ട്. ഈ മതം മാറുമ്പോൾ തന്നെ പേര് മാറ്റുന്നത്. അതായത് അപ്പോൾ ഓരോ മതത്തിലൊരു പേരൊന്നും ഇല്ലെന്ന് ഇന്നത്തെ കാലത്ത് ഞാൻ അതുകൊണ്ട് പറയാം, സോണിയ സോഫിയ എന്നൊക്കെ പറയുന്ന പേര് കോമണാണ്. ഇപ്പൊ നമ്മുടെ സലീം എന്നുള്ള പേര് അതൊരു മുസ്ലിം പേരാണ്. പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് സലീം പി മാത്യു, നമ്മുടെ NCKയുടെ സംസ്ഥാന പ്രസിഡന്റ്, KDPയുടെ നമ്മുടെ മാണി സി കാപ്പന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സലീം പി മാത്യു. സലീം എന്നുള്ളത് മുസ്ലിം നെയിം, ഇപ്പുറത്തൊരു മാത്യു വരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേരുകളുണ്ട് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് പേരുന്നുണ്ട്. എല്ലാം കൂടെ ഓർക്കാൻ പറ്റുന്നില്ല. പേരിലൊന്നൊരു കുന്തവും ഇല്ല. പേരെന്ന് പറയുന്നത് ആരോ ഇട്ട് തരുന്നൊരു സാധനം. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം യുണീക്ക് ആയിട്ടുള്ള പേരുകളും ഇല്ല. യുണീക്ക് ആയിട്ടുള്ള പേര് ഇപ്പോൾ രാജൻ എന്ന് പറയുന്ന പേരിൽ ക്രിസ്ത്യൻ ആളുകൾക്ക് വളരെ കുറവാണ്. രാജൻ ജോസഫ് എനിക്ക് പലപ്പോഴും കിട്ടുന്ന പ്രിവിലേജ് എന്താണെന്ന് വെച്ചാൽ എന്നോട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ബാക്കിയുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്ന് അവർ പറയുന്നത് കേൾക്കും, രാജൻ ജോസഫ്. മുദ്രാവാക്യം വിളിക്കുമ്പോഴും അവർ ചെയർമാൻ രാജൻ ജോസഫ് എന്ന് വിളിക്കുക. രണ്ടിടത്ത് 3 ഇതാണല്ലോ വരുന്നത്. ഒരു പ്രാസം ഒത്ത് കിട്ടും. രാജൻ ജോസഫ് പറയുമ്പോൾ ഒരു ഇത് കിട്ടുന്നുണ്ട്. ബോർഡ് വെക്കുമ്പോഴും രസമാണ്. അതായത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിന് മതമില്ല എന്ന് തന്നെ പറയുന്നത്. പേരിന് മതമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ പേരിനകത്തൊന്നും പേരെന്തോ ആരോ ഇടുന്ന പേരുണ്ട്. ചിലരുമുണ്ട് വീട്ടുകാരിട്ട പേര് പോലും മാറ്റി വിളിക്കുന്ന, സ്വന്തം വേറെ പേരിടുന്നവരുണ്ട്. അത് അപ്പനും അമ്മയ്ക്ക് ഇട്ട പേര് മാറ്റിയിട്ട് അതിന് ശേഷം പിന്നെ പേരിന് ഭംഗി പോരാന്ന് കണ്ടിട്ട് മാറ്റുന്നവരുണ്ട്. എല്ലാ പേരിനും ഭംഗിയുണ്ടെന്ന് ഞാൻ പറയട്ടെ. ചക്കിക്കുട്ടി എന്നുള്ള പേര് ഇപ്പോൾ ഇട്ടാലും ഭംഗിയുണ്ട്. ഐഷ എന്നുള്ള പേരും പാത്തുമ്മ എന്നുള്ള പേര് ഇപ്പോൾ ഇട്ടാലും ഭംഗിയുണ്ട്. പാത്തുമ്മാൻ്റെ ആടെന്ന് ബഷീർ കഥ എഴുതി. എൻ്റെ ഒരു സഹോദരി ഞങ്ങൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചക്കിക്കുട്ടനും. എൻ്റെ ചെറിയ അനിയത്തിയെ വീട്ടിൽ ഞങ്ങൾ കളിയാക്കി ചക്കി എന്ന് വിളിക്കുമായിരുന്നു. ഇവക്ക് അത് കേൾക്കുന്ന അത്രയും കലിയില്ല. ഇവള്
കൈ കിടന്ന സാധനമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുമായിരുന്നു. കാരണം അവളെ കളിയാക്കി വിളിക്കുന്നു. മലയാളം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ അപ്പുറത്ത് പിന്നെ ഒരു കോളനിയിലുള്ള ചക്കിയുണ്ട്, അവരെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇവർക്ക് പേര്. കോളനിയിലൊക്കെ താമസിക്കുന്ന ആളുകളെന്ന് വെച്ചാൽ ഇത്രയും എന്താ പറയുക സ്നേഹം ഒക്കെയുള്ള വേറൊരാളെ ഞാൻ ജീവിതത്തിൽ ജീവൻ പറിച്ചു കൊടുക്കും, ജീവൻ പറിച്ചു കൊടുക്കും. അത് പിന്നെ ആ കാര്യത്തിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഒന്ന് ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, അതേപോലെ തന്നെ കാണിക്കുന്ന സ്നേഹം അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അതേപോലെ തന്നെ നാട്ടിൻപുറത്തെ, ഈ ടൗണിലെ കാര്യമല്ലാണ്, നാട്ടിൻപുറത്തുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചാവാൻ തയ്യാറാണ്. ബാക്കിയുള്ള മതത്തിനകത്തും ഒക്കെ എല്ലാത്തിനകത്തും നല്ല ആൾക്കാരുണ്ട്, എല്ലാത്തിനകത്തും നല്ല നമ്പൂരിമാരില്ലേ. EMS നമ്പൂതിരിയായിരുന്നു, എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള നമ്പൂരിമാരുണ്ടായിട്ടൊക്കെ ഉണ്ട്. നവോത്ഥാന വിപ്ലവം, ജാതീയതയ്ക്കെതിരായിട്ടുള്ള വിപ്ലവം തുടങ്ങി വെച്ചത് ആരാ? അവർണനല്ല, സവർണനാണ് തുടങ്ങി വെച്ചത്. പിന്നെ ചട്ടമ്പിസ്വാമിയുടെയും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒന്നും സംഭാവനയെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ തന്നെ ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നിന്നവർ പലരും, ഇപ്പം ദേശീയ തലത്തിൽ അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ആരാ? കൃഷ്ണപിള്ളിയല്ലേ അമ്പലത്തിൽ കയറി മണിയടിച്ചത്? അപ്പോഴല്ലേ പറഞ്ഞേ ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ പിന്നെ പുറത്തടിക്കും എന്ന് പറഞ്ഞാൽ അയാളെ മർദ്ദിച്ചു കഴിഞ്ഞപ്പം. എന്തായിരുന്നാലും പേരിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, പേരുകൾക്ക് പിന്നെ വലിയ പ്രസക്തി ഇല്ലാതാവുകയും ഒരാളുടെ പേര് വാല്യുബിൾ ആവുന്നത് അയാളുടെ പ്രവൃത്തിയിലൂടെയും അയാളുടെ പെരുമാറ്റത്തിലൂടെയാണ്. പേരുകളെ വളരെ കൗതുകരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മൾ. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി എടുത്ത വിഷയമാണ്. പ്രേക്ഷകർക്ക് പോരടിക്കും, കാരണം അവർ കരുതും നമ്മളെന്തെങ്കിലും വേറെന്തെങ്കിലും പിന്നെ രാഷ്ട്രീയം സംസാരിക്കാനിരിക്കുകയെന്ന് കരുതും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.